ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു, നമ്മളിപ്പം വീഡിയോ ചെയ്തതുകൊണ്ട് എന്താണ് നാളെ രാത്രി സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ അപ്ഡേറ്റ്സ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തത് വീക്കിലൻസ് ചെയ്തത് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡ്, അതായത് കരാർ നടക്കും എന്നുള്ള ഒരു അനുമാനം വെച്ചാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 267 പോയിൻറ്റിനടുത്ത് വെച്ച് ആണ് ഗ്യാപ്പ് അപ്പിലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ച് പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത എവിടെയാണ്? 23,800-നും 24,000-നും ഇടയ്ക്കായിരിക്കും. ഇതിന് മുകളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതും. നിലവിലത്തെ അവസ്ഥ ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണിയായി. ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ അനുസരിച്ചും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ളത് 23,800-നും 24,000-നും ഇടയ്ക്ക്, ഏകദേശം 23,900 ആ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാനുള്ളത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തതിന് ശേഷം ചാടി കയറി മാർക്കറ്റ് ഇത്രയും കയറിയില്ലേ പൊട്ടുമെന്നും പറഞ്ഞ് ആരും ചാടി കയറി ഒന്നും എടുക്കരുത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്? ഈ വന്ന ന്യൂസുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് 19-ാം തീയതി ഫൈനലായിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് 19-ാം തീയതിയാണ് ഫൈനൽ സെറമണി എന്നാണ് പറയുന്നത്. രണ്ട് പാർട്ടികളും എഗ്രി ചെയ്തു, സമവായത്തിലെത്തി എന്ന് ട്രംപിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം 19-ാം തീയതിയാണ് ഒഫീഷ്യലായിട്ട് ഇത് സൈൻ ചെയ്യുന്നതും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രംപും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതിനിടയിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് നടന്നായിരുന്നു ആരുമായിട്ട്, നമ്മളുടെ ഇസ്രായേലുമായിട്ട്. അപ്പം ഇസ്രായേലിനെയും ഹെസ്ബുള്ളയും 2 പേര് ട്രംപ് വാൺ ചെയ്തിട്ടുണ്ട് ഈ സെറമണി നടക്കുന്നിടം വരെ. ഓക്കെ, യാതൊരുവിധ അറ്റാക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന് ശക്തമായ രീതിയിൽ ട്രംപ് വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇസ്രായേൽ ഏത് തരത്തിലും ഇതിനെ പൊളിക്കാനുള്ള വഴി നോക്കും, അത് വേറൊരു അസത്യം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കിട്ടുന്ന മൊമെൻറ്റം, ഓക്കെ, നാളെ നമുക്കറിയത്തില്ല എന്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്ന മൊമെൻറ്റം അത് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കുക. ഇന്ന് മാർക്കറ്റ് 24,000-ന് ഒറ്റ കഥ ഞാൻ പറയാം. 23,800-നും 24,000-നും ഇടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 23,900 റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,000-ൽ എത്തുന്നുണ്ടോ നോക്കുക. 24,000 എത്തിയതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കി വേണം നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് നമ്മൾ കിടക്കാൻ. 24,000 ക്രോസ് ചെയ്ത് 24,000 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,000 നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേങ്കിൽ നമുക്കറിയത്തില്ല, അൺസർട്ടനിറ്റി വീണ്ടും ഉണ്ട്. കാരണം സൈൻ ചെയ്തിട്ടില്ല, ഏത് നിമിഷം ആരും പിന്മാറാം, എവിടെ വേണമെങ്കിലും എന്തും നടക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൊസിഷൻ രാവിലെ നിങ്ങൾക്കിപ്പം 10 പൊസിഷനാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, 10 ലോട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ 5 ലോട്ട് നിങ്ങൾ രാവിലെ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി 5 ലോട്ട് നിങ്ങൾ ട്രയൽ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ 2 എണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ 1 കൊടുക്കുക, 1 ഹോൾഡ് ചെയ്യുക. അങ്ങനൊരു സ്ട്രാറ്റജി ആയിരിക്കണം. ഇനി ഒരെണ്ണേ ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ കിട്ടുന്നത് കൊടുത്ത് കാശ് മേടിക്കാമെന്നായിരിക്കും നല്ലത്. കാരണം ഒരെണ്ണം ഉള്ളത് സേഫ് ട്രേഡർ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കൊടുത്ത് നിങ്ങൾ വയ്ക്കുക. അതിന് ശേഷം അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാത്രം പുതിയൊരു എൻട്രിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ ഇന്നത്തെ സ്ട്രാറ്റജി. അതുകൊണ്ട് ഇന്നത്തെ നിർണായകമായ പോയിൻ്റ് എന്ന് പറയുന്നത് 24,000-ആണ്. 24,000 മാർക്കറ്റ് ഒന്ന് കടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നാളെയാണ് എക്സ്പയറി. അപ്പോൾ ഇന്ന് മാർക്കറ്റ് വോളറ്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ പ്രീമിയം ഉരുകി തീരാനുള്ള അവസ്ഥ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. എന്തായാലും ഇന്ന് 24,000-ന് വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.